അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. യമനിലെ കറൻ എന്ന പട്ടണം. രാവിലെ ആയാൽ ഒരു ദരിദ്രനായ മനുഷ്യൻ ആ പട്ടണത്തിലേക്ക് ഓടി വരും. അവിടെ ചന്തയിൽ കച്ചവടം ചെയ്യാൻ പല നാടുകളിൽ നിന്നെത്തിയ ആ മനുഷ്യരുടെ ഇടയിലേക്ക് അയാൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങും. മദീനയിൽ നിന്നുള്ള ആരെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടോ? ഒന്ന് രണ്ട് ആളുകളൊക്കെ കൈ ഉയർത്തിയിട്ട് പറയും, അതെ, ഞാൻ മദീനയിൽ നിന്നാണ്. ഉടനെ ആ മനുഷ്യരുടെ അടുത്തേക്ക് ഈ പാവപ്പെട്ട ദരിദ്രനായ മനുഷ്യൻ ഓടിച്ചെല്ലുന്നു. അവരുടെ കണ്ണുകളിൽ ഉമ്മ വെക്കുന്നു. എന്നിട്ട് പറയും, മുത്തുനബിയെ കണ്ട കണ്ണുകളാണത്, മുത്തുനബി ജനിച്ച നാട് കണ്ട കണ്ണുകളാണത്, അതുകൊണ്ട് ആ കണ്ണുകൾ എനിക്ക് ഉമ്മ വെക്കണം. ഉഹുദ് യുദ്ധം കഴിഞ്ഞ വാർത്തയറിഞ്ഞ് അതുപോലെ ആ ചന്തയിലേക്ക് എത്തിയ മനുഷ്യരുടെ അടുത്തേക്ക് ഈ പാവപ്പെട്ട മനുഷ്യൻ ഓടിച്ചെല്ലുന്നുണ്ട്. എൻ്റെ നബിക്ക് എന്തോ പറ്റിയെന്ന് ഞാൻ കേട്ടു. എന്താണ് എൻ്റെ നബിക്ക് പറ്റിയത്? അവർ മറുപടി പറയുന്നുണ്ട്, നബിക്ക് കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ മുൻപല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഉടനെ അയാൾ നിലത്ത് കിടന്ന ഒരു വലിയ കല്ലെടുത്തിട്ട് അയാളുടെ മുൻപല്ലുകൾ പൊട്ടിക്കാൻ തുടങ്ങുന്നു. നബിക്കില്ലാത്ത മുൻപല്ല് ഈ ഉവൈസിനും വേണ്ട. പറഞ്ഞു വരുന്നത് ഉവൈസുൽ കർണി എന്ന വിശുദ്ധനായ ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. പ്രവാചകനെ ജീവിതത്തിൽ ഒരു നോക്കെങ്കിലും കാണാൻ കൊതിച്ച ആ വലിയ മനുഷ്യൻ. ആ സ്വപ്നം പൂവണിയുന്നതിന് മുൻപേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് വിടവാങ്ങി. ഉവൈസുൽ കർണി എന്ന പരിത്യാഗിയായ ആ മനുഷ്യൻ്റെ കണ്ണീര് നനഞ്ഞ ആ കഥ മനോഹരമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. യമനിലെ കറൻ എന്ന ദേശത്തിൽ നിന്ന് ഉവൈസ് എന്ന ഒരാൾ, അയാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഉമ്മത്തിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ അയാളോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയണം. അദ്ദേഹത്തിൻ്റെ ഉമ്മ രോഗിയായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ വന്ന് കാണാനാവില്ല. അതുകൊണ്ട് മാത്രം അയാൾ സ്വഹാബിയായിട്ട് മാറുന്നില്ല. അയാളുടെ ശരീരത്തിൽ മുഴുവനും വെള്ളപ്പാണ്ടുകൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് അത് മുഴുവൻ മാറി അവസാനം ഒരു നാണയത്തിൻ്റെ അത്ര വലുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ വയറിൽ മാത്രം അതിൻ്റെ പാടുകൾ കാണാം. ആ മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയണം. അയാൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒരു ഖമീസും ഒരു തലപ്പാവും ആ വലിയ മനുഷ്യന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. അബൂബക്കർ തങ്ങളുടെ കാലമെത്തി. യമനിൽ നിന്ന് എല്ലാ വർഷവും ഹജ്ജിന് വരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഖലീഫ അബൂബക്കർ തങ്ങൾ ചെല്ലുന്നു. യമനിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ? കുറച്ച് ആളുകളൊക്കെ മുന്നോട്ട് വരുന്നു. അതിൽ കറൻ ദേശത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? വളരെ കുറഞ്ഞ ആളുകൾ വരുന്നു. അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഉവൈസിനെ അറിയുമോ? ഇല്ല, ഉവൈസിനെ ആർക്കും അറിയില്ല. അബൂബക്കർ തങ്ങളുടെ 2 വർഷക്കാലം അങ്ങനെ കഴിഞ്ഞുപോയി. ശേഷം പിന്നീട് വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹുവും ഇതുപോലെ ഹജ്ജിന് വരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, യമനിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ? കുറച്ചാളുകളൊക്കെ കൈ ഉയർത്തുന്നു. കറൻ കുറച്ചാളുകൾ വീണ്ടും കൈ ഉയർത്തുന്നു. അവരോട് ചെന്നിട്ട് ചോദിക്കുന്നു ഉമർ തങ്ങൾ, ഇതിൽ ഉവൈസ് എന്ന ആള് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അവരും പറയുന്നു, ഇല്ല, ഉവൈസ് ഇല്ല. പിറകിൽ നിൽക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ മുന്നോട്ട് നിന്നിട്ട് പറയുന്നു, ഖലീഫ, നിങ്ങൾ അന്വേഷിക്കാൻ മാത്രം ആവശ്യമുള്ള ഒരു ഉവൈസ് ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ഞങ്ങളുടെ കൂടെ ഒരു ഉവൈസ് ഉണ്ട്, പക്ഷേ അവൻ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന, ഞങ്ങളെ ഒട്ടകങ്ങളെയും ആടുകളെയൊക്കെ പരിപാലിക്കുന്ന ഇടയനായ ദരിദ്രനായ പാവപ്പെട്ട ഒരു ഉവൈസ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എവിടെയാണ് ഉവൈസ്? അദ്ദേഹം ആ താഴ്വരയുടെ അപ്പുറത്തുണ്ട്. ഖലീഫ പെട്ടെന്ന് തന്നെ തൻ്റെ കഴുതപ്പുറത്തേറിയിട്ട് അവിടേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഖലീഫയുടെ എല്ലാ ആർഭാടങ്ങളും ഉണ്ടായിട്ടും കഴുതപ്പുറം മാത്രം വാഹനമായി സ്വീകരിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഈ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ ആ മലഞ്ചെരുവിൽ ഒട്ടകങ്ങളുടെയും ആട്ടിൻകൂട്ടങ്ങളുടെയും അടുത്ത് താൻ മേയാൻ കൊണ്ടുപോകുന്ന ആ വടി ഒരു മരുഭൂമിയിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ട് അത് മറയാക്കി വെച്ചിട്ട് ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു ദരിദ്രനായ ഒരു ആട്ടിടയൻ അവിടെ നിസ്കരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിസ്കാരം കഴിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു കാത്തിരുന്നു. ശേഷം ഉവൈസ് കർണി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, നിങ്ങളാണോ ഉവൈസ്? അദ്ദേഹം മറുപടി പറയുന്നു, അതെ, ഞാനാണ് ഉവൈസ്. നിങ്ങൾക്ക് ഒരു ഉമ്മയുണ്ടോ?
അതെ, എനിക്കൊരു ഉമ്മയുണ്ട്, അവർ രോഗം പിടിപെട്ടിട്ട് കിടക്കുകയാണ്. ചോദ്യം അവിടെ അവസാനിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾക്ക് വെള്ളപ്പാണ്ട് അസുഖം ഉണ്ടായിരുന്നോ? അത് മാറി മാറി വയറ്റിൽ ഒരു നാണയ വട്ടത്തിലേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ടോ? അദ്ദേഹം അതിനും അതേ എന്ന് മറുപടി പറയുന്നു. അത് ഉയർത്തി കാണിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ കീറിപ്പറിഞ്ഞ കുപ്പായം ഇങ്ങനെ ഉയർത്തുമ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി, അറേബ്യയുടെ രാജകുമാരൻ, ആ പാവപ്പെട്ട ദരിദ്രനായ ഉവൈസിൻ്റെ വയറ്റിലെ ആ വെള്ളപ്പാണ്ടിലേക്ക് കുനിഞ്ഞു നിന്നിട്ട് ഉമ്മ വെക്കുന്നു. അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, പ്രവാചകൻ നിങ്ങളെ പറ്റി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒരു കമീസും പ്രവാചകൻ്റെ ഒരു തലപ്പാവും സൂക്ഷിച്ചിട്ടുണ്ട്. അത്രയും കേട്ടതോടുകൂടെ ആ മനുഷ്യൻ അവിടെ നിന്നിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, ഞാൻ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഖലീഫ ഉമർ ബിൻ ഖത്താബ്. അത്രയും കേട്ടതോടുകൂടെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പോലും കഴിയാതെയായി. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ പേരുകേട്ട ഖലീഫ, ധീരനായ നീതിയുടെ പര്യായമായ ഖലീഫ ഉമർ, ഒന്നുമല്ലാത്ത ദരിദ്രനായ ആട്ടിടയനായ ഈ ഉവൈസിനെ തേടി വന്നിരിക്കുകയോ? മാത്രമല്ല, ലോകത്തിൻ്റെ പ്രവാചകൻ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കാണാൻ കൊതിച്ച എൻ്റെ പ്രവാചകൻ എനിക്ക് വേണ്ടി അവിടുത്തെ കമീസും തലപ്പാവും ഒക്കെ മാറ്റി വെച്ചിരിക്കുകയോ? എന്താണ് റബ്ബെ ഞാൻ ഈ കേൾക്കുന്നത്? നടന്നതെല്ലാം വാസ്തവമായിരുന്നു എന്നും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു കഥ കൂടെ ഖലീഫക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ വേളയിൽ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രവാചകനെ കാണാൻ വേണ്ടി മക്കയിലെത്തിയ ഉവൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കണ്ണീരുണങ്ങാത്ത കഥ അദ്ദേഹം പറയുന്നുണ്ട്. പലവട്ടം ഞാൻ എൻ്റെ രോഗിയായിട്ട് കിടക്കുന്ന ഉമ്മയോട് ചോദിച്ചിരുന്നു, ഉമ്മ, ഞാൻ ഒന്ന് മദീനയിൽ പോയിക്കോട്ടെ, എൻ്റെ നബിയെ ഒരു നോക്ക് എനിക്കൊന്ന് കാണണം ഉമ്മ. പക്ഷേ ഉമ്മ പലപ്പോഴും പറയും, മോനെ, നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാണുള്ളത്? ഉമ്മ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ രോഗിയായിട്ട് വീട്ടിൽ കിടക്കുകയായിരുന്നു. ഉമ്മയെ പരിചരിക്കാൻ ഈ ഉവൈസ് അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ഉമ്മക്ക് ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെയും ഉവൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയെയും പിരിഞ്ഞിരിക്കൽ വളരെ അസാധ്യമായിരുന്നു. എന്നിട്ടും പ്രവാചകനെ കാണണം എന്ന അസാധ്യമായ ആ അഭിനിവേശം കൊണ്ട് ഉമ്മയോട് പലപ്പോഴും പോയിട്ട് ഉവൈസ് തങ്ങൾ ചോദിക്കും, ഉമ്മ, ഞാനൊന്ന് മദീനയിൽ പോട്ടെ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞൊരു ദിവസം ഉമ്മ ആ മകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ, നീ മദീനയിൽ പോയിട്ട് വാ. അങ്ങനെ ആ ഉമ്മയുടെ സമ്മതം കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടെ കിലോമീറ്ററുകളോളം ദിവസങ്ങൾ സഞ്ചരിച്ച്, രാത്രിയും പകലും സഞ്ചരിച്ച്, ഉറക്കവും ഊണും ഒന്നുമില്ലാതെ ഒരേ ഒരാഗ്രഹമായ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രവാചകനെ കാണണം എന്ന മഹത്തായ ആഗ്രഹം കൊണ്ട് ഉവൈസ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തുന്നുണ്ട്. ആ സമയത്ത് മദീന വളരെ നിശ്ചലമായിട്ട് കിടക്കുകയാണ്. ആളുകളൊക്കെ വളരെ കുറവാണ്. അവിടെയും ഇവിടെയൊക്കെ കണ്ട കുറച്ച് ആളുകളോട് ഈ ഉവൈസ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് എൻ്റെ പ്രവാചകൻ? ആ സമയത്ത് അവർ മറുപടി പറയുന്നു, പ്രവാചകൻ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയതാണ്. എന്താണ് വരിക എന്നറിയില്ല. ചിലപ്പോൾ ദിവസങ്ങളാവും, മാസങ്ങളാവും, ഇന്ന് തിരിച്ചു വരുമെന്നറിയില്ല. ഉവൈസ് തങ്ങൾക്ക് പ്രവാചകൻ വരുന്നത് വരെ അവിടെ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ഉമ്മ വീട്ടിൽ തനിച്ചാണ്. വൈകി പോകരുതേ എന്ന് ഉമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മദീനയിലേക്ക് പോരുമ്പോൾ. ഉവൈസ് റളിയല്ലാഹു അൻഹു പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം അവിടെയുള്ള മണൽപ്പരപ്പിലേക്ക് മുഖം കുത്തി വീഴുന്നുണ്ട്. എൻ്റെ പ്രവാചകൻ നടന്ന മണ്ണാണിത്. നീ എത്ര ഭാഗ്യവതിയാണ് ഭൂമി. ഈ മണ്ണിലൂടെയാണല്ലോ എൻ്റെ റസൂല് നടന്നു നീങ്ങുന്നത്. അവിടുത്തെ ഈന്തപ്പന മരങ്ങളിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് തുരുതുരാ ഉമ്മ വെക്കുന്നുണ്ട് ഉവൈസ്. എൻ്റെ ഹബീബിനെ ഒരു നോക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചവരാണല്ലോ ഈന്തപ്പന മരങ്ങളെ നിങ്ങളെന്ന് പറഞ്ഞിട്ട്. അഗാധമായ പ്രവാചക പ്രേമത്തിൻ്റെ അനന്തമായ സാഗരമായി ഉവൈസ് റളിയല്ലാഹു അൻഹു ആ മരുഭൂമിയിലൂടെ ഇങ്ങനെ ഒഴുകുന്ന കാഴ്ച കണ്ടിട്ട് അവിടെ സ്വഹാബത്തും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരും ഒക്കെ കണ്ണു തുടക്കുന്നുണ്ട്. അത്രയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഉവൈസ്, നമ്മുടെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടത്. ഉടനെ ഉവൈസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കെന്നോ എനിക്കെന്നോ ഇല്ല, ഞാൻ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്നത് ഈ ഉമ്മത്തിന് വേണ്ടിയാണ്.
അവരിൽ ഓരോ മനുഷ്യർക്കും പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉവൈസ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഓരോ സ്വഹാബത്തും അവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു, സലാം പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. അങ്ങനെ അത്രയും മനോഹരമായ ഒരു സന്ധ്യയായിട്ട് മദീനയിൽ ആ ദിവസം മാറുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വീണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഉവൈസ്, നിങ്ങൾ ഇനി തിരിച്ചു പോകരുത്, നിങ്ങൾ ഈ മദീനയിൽ തന്നെ നിൽക്കണം. ഹബീബിൻ്റെ നാടാണ് നിങ്ങൾക്ക് നിൽക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം. ആ സമയത്ത് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഉവൈസ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ ഉമ്മ എന്നെ ഇന്നും അവിടെ കാത്തിരിക്കുന്നുണ്ട്, എനിക്ക് ഇന്ന് തന്നെ അവിടെ തിരിച്ചെത്തണം. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ മദീനയിൽ നിൽക്കണം, നിങ്ങൾക്ക് എനിക്കെന്താണോ ലഭിക്കുന്നത് ആ പൈസയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരും, എനിക്ക് ലഭിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് വേണ്ട വീടും വസ്ത്രവും എല്ലാം ഞാൻ നൽകാം. പക്ഷേ ഉവൈസ് റളിയല്ലാഹു അൻഹു അതിനൊന്നും തയ്യാറായിരുന്നില്ല. അദ്ദേഹം തൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് തന്നെ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ്. അദ്ദേഹം തൻ്റെ ഉമ്മയുടെ അവസാന കാലം വരെ യമനിൽ തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം ആളുകൾക്കിടയിൽ ഇതുപോലെ അറിയപ്പെടാനും എല്ലാവരും വന്ന് അദ്ദേഹത്തെ നിരന്തരം ഇങ്ങനെ അദ്ദേഹത്തെ തേടി വരാനൊക്കെ തുടങ്ങിയതോടുകൂടെ അദ്ദേഹം പിന്നീട് ബാഗ്ദാദിലേക്ക് പോയി എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം വഫാത്താവുന്നതും. ഉവൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അനുരാഗിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്കെങ്കിലും കാണാൻ വേണ്ടി ഇത്രയും ആഗ്രഹിച്ച ഒരു മനുഷ്യൻ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഭാഗ്യമുണ്ടായില്ല എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മനോഹരമായ സംഭവങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഹദീസ് പണ്ഡിതൻ്റെ സംഭവം അവിടെ ചേർത്ത് വെക്കുന്നുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ. ഒരാൾ ഇദ്ദേഹത്തെ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ നിരന്തരം ശ്രദ്ധിക്കുകയാണ്. ഹദീസ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഉസ്താദ് തിരിച്ചു പോയാലും അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരാൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മനോഹരമായ ചരിത്രങ്ങളും സംഭവങ്ങളും അറിവുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇയാൾ ഇദ്ദേഹത്തെ നിരന്തരം ശ്രദ്ധിക്കുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ആ മനുഷ്യനെ കാണാൻ വേണ്ടി ഇയാൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഉവൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി വിളിക്കുമ്പോൾ അദ്ദേഹം വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. ഈ ആഗതൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ പുറത്തേക്ക് വരാത്തത്? ആ സമയത്ത് ഉവൈസ് റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറയുന്നു, എനിക്ക് മാറ്റിയൊടുക്കാൻ വസ്ത്രങ്ങളില്ല, ഞാൻ ധരിച്ചിരുന്ന വസ്ത്രം ഇപ്പോൾ അലക്കി ഉണക്കാൻ വേണ്ടിയിട്ടിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. അത്രയും ദരിദ്രമായിട്ട് ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ ജീവിച്ച ഒരു മനുഷ്യൻ, ആഗതനായി വന്ന മനുഷ്യൻ അയാൾ ധരിച്ചിരുന്ന മേൽക്കുപ്പായം ഊരിയിട്ട് അകത്തേക്ക് ഇട്ട് കൊടുക്കുകയും അയാളെ വിളിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും പരിത്യാഗിയായി ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം പറയുന്നുണ്ട്, രാവിലെ ആയി കഴിഞ്ഞാൽ രാത്രിക്ക് മുമ്പ് ഞാൻ മരിച്ചു പോകും എന്നാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒന്നും എടുത്തു വെക്കാറില്ല. കിട്ടുന്ന ഭക്ഷണവും വസ്ത്രവും ഒക്കെ മറ്റുള്ളവർക്ക് വീതിച്ച് നൽകും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന വലിയ ദാനം അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രാത്രിയായാൽ രാവിലെ വരെ ഞാൻ ജീവിച്ചിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കയ്യിലുള്ള എല്ലാം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാത്രിയായാൽ അദ്ദേഹം തീരുമാനിക്കും, ഇന്ന് റുക്കൂവിൻ്റെ ദിവസമാണ്. അന്ന് രാത്രി മുഴുവൻ ആ മനുഷ്യൻ റുക്കൂവിൽ കിടന്നിട്ട് അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചില ദിവസങ്ങൾ തീരുമാനിക്കും, ഇന്ന് സുജൂദിൻ്റെ ദിവസമാണ്. അന്ന് മുഴുവനും സുജൂദ് ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് ആരാധന കർമ്മം ചെയ്യുന്ന, അത്രത്തോളം ആരാധന കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുന്ന പരിത്യാഗിയായ പ്രവാചക സ്നേഹിയായ ഒരു മനുഷ്യനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്ക് ഇത്രയും ഉത്തരം കിട്ടുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നതിൽ പണ്ഡിതന്മാരവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടുന്നത് എന്ന് അവിടെ പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്. അതിനവർ പറയുന്ന മറുപടി, മക്കളോട് അത്രയും നല്ല രീതിയിൽ പെരുമാറുന്നത് കൊണ്ടാണ് ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ പ്രാർത്ഥനക്ക്, അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനക്ക് ഇത്രയും എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്നത്. അതുപോലെ തന്നെ ഉമ്മയെയും ഉപ്പയൊക്കെ അത്ര മനോഹരമായിട്ട് നോക്കുന്ന മക്കളുടെ പ്രാർത്ഥനക്കും അള്ളാഹു അത്ര വേഗം ഉത്തരം തരുമെന്ന് അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നാഥൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നമ്മയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.